കൊച്ചി വൈറ്റിലയിൽ ബലക്ഷയം സംഭവിച്ച ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് സമുച്ചയം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിക്കുന്നതിനുള്ള കരാർ മുംബൈ ആസ്ഥാനമായ എഡിഫൈസ് എഞ്ചിനീയറിംഗിന്. മരടിലെ ഫ്ളാറ്റുകൾ സ്ഫോടനത്തിലൂടെ പൊളിച്ച കമ്പനികളിൽ ഒന്നാണ് എഡിഫൈസ് എഞ്ചിനീയറിംഗ്. ടെൻഡർ സമർപ്പിച്ച 9 കമ്പനികളിൽ നിന്ന് ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ബിഡുകളിൽ ഉയർന്ന മാർക്ക് നേടിയാണ് എഡിഫൈസ് കരാർ സ്വന്തമാക്കിയത്. മാതൃകയിൽ ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിക്കുന്നതിന് കരാർ നൽകുന്നതിനായി 9 കമ്പനികളുടെ പട്ടിക നേരത്തെ തയ്യാറാക്കിയിരുന്നു. അതിൽ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച 3 കമ്പനികളിലൊന്നായ എഡിഫൈസ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ബിഡുകളിൽ ഉയർന്ന മാർക്ക് നേടി കരാർ സ്വന്തമാക്കുകയായിരുന്നു. 26 നിലകൾ വീതമുള്ള ഇരട്ട ടവറുകൾ സ്ഫോടനത്തിലൂടെ പൊളിക്കാൻ 9 കോടിയോളം രൂപയാണ് എഡിഫൈസ് ക്വാട്ട് ചെയ്തിരിക്കുന്നത്. കരാർ സ്വീകരിച്ചുള്ള കത്ത് എഡിഫൈസിൽ നിന്ന് ലഭിച്ചാലുടൻ ടവറുകൾ പൊളിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഒക്ടോബറിൽ പൊളിക്കാനാണ് ആലോചന. ടവറുകൾ നിർമ്മിച്ചു നൽകിയ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷനാണ് പൊളിക്കുന്നതിൻ്റെയും പുനർനിർമ്മിക്കുന്നതിൻ്റെയും ചെലവുകൾ വഹിക്കുന്നത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച മരടിലെ ഫ്ളാറ്റുകൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പൊളിക്കാൻ കരാറെടുത്ത കമ്പനികളിലൊന്നാണ് മുംബൈ ആസ്ഥാനമായ എഡിഫൈസ് എഞ്ചിനീയറിംഗ്. 2020 ജനുവരിയിൽ മരടിലെ ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ വിജയകരമായി പൊളിക്കാൻ എഡിഫൈസിന് കഴിഞ്ഞിരുന്നു. നിർമ്മാണപ്പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് പൊളിച്ചു നിർമ്മിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ഊർജിതമാക്കുകയായിരുന്നു. പൊളിച്ച ശേഷം പുനർനിർമ്മാണത്തിനുള്ള ടെൻഡറിന് കാര്യമായ പ്രതികരണമില്ലാതിരുന്നതിനാൽ റീടെൻഡർ ചെയ്തിട്ടുണ്ട്. നിർമ്മാണ പിഴവ് മൂലം ബലക്ഷയം സംഭവിച്ച 26 നില വീതമുള്ള ഇരട്ട ടവറുകളിൽ 204 അപ്പാർട്ട്മെൻറ്റുകളിൽ 152 താമസക്കാരും മറ്റിടങ്ങളിലേക്ക് മാറിയിരുന്നു. പുതിയ അപ്പാർട്ട്മെൻറ്റുകൾ ലഭിക്കുന്നതുവരെയുള്ള വാടക നൽകാൻ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.